തൊട്ടിലിൽ കിടക്കുന്ന ഈ കുരുന്നുകൾ തങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് തെരുവോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. ഇവർക്ക് സംരക്ഷണം നൽകുകയാണ് സേവാഭാരതി. തൃശൂർ ജില്ലയിലെ മായന്നൂരിൽ സർക്കാർ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന തണൽ ശിശുമന്ദിരം ഈ ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു. തെരുവോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട അരുമകൾ ഈ അമ്മയുടെ സുരക്ഷിത കരങ്ങളിൽ നിന്നാണ് വാത്സല്യം നുകരുന്നത്. തണലിലൂടെ, തണലിന്റെ പരിചരണത്തിലൂടെ അവർ വളരുകയാണ്. നോക്കൂ, ഇവർ നമ്മുടെ സഹോദരിമാരല്ലേ? ജന്മനാ ബുദ്ധിമാന്ദ്യം വന്ന ഈ സഹോദരിമാരുടെ ഒരാശ്രയ കേന്ദ്രമാണ് സേവാഭാരതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തൃശൂരിലെ ചൂലൂരിലുള്ള ശ്രീ പാർവതി സേവാനിലയം. 2004 തുടങ്ങിയ ഈ കേന്ദ്രത്തിൽ 15 സഹോദരിമാർ സുരക്ഷിതരായി കഴിയുന്നു. ബുദ്ധിമാന്ദ്യം എന്ന വൈകല്യം ജീവിതത്തിന്റെ വഴിയിൽ അവർക്ക് തടസ്സമാകുന്നില്ല. ആടിയും പാടിയും വിദ്യ അഭ്യസിച്ചും അവരിവിടെ കഴിയുന്നു. അവർ വൈകല്യം പേറുന്നവരല്ല, കാരണം അവരുടെ കൂടെ നമ്മളുമുണ്ട്. പാലക്കാട് കൃഷ്ണജ്യോതി സ്വാശ്രയ കേന്ദ്രം. കണ്ണുണ്ടായിട്ടും കാഴ്ചയില്ലാത്തവർ ഏറെയുള്ള ലോകമാണിത്. ഇവിടെ ഇതാ കുറച്ചുപേർ കണ്ണില്ലെങ്കിലും എല്ലാം കാണുന്നവർ. സമൂഹത്തിന്റെ കണ്ണുകൾ ഇവർക്കു നേരെ തുറക്കട്ടെ. അപ്പോൾ കാണാം ഇവരുടെ കർമ്മശേഷിയും വൈഭവവും. ചന്ദനത്തിരികൾ നിർമ്മിച്ചും ശുചീകരണ സാമഗ്രികൾ ഉണ്ടാക്കിയും ഇവർ ജീവിതത്തിന്റെ പന്ഥാവിൽ ചുവടുറപ്പിക്കുന്നു. ദൃഷ്ടിഹീനത അനുഭവിക്കേണ്ടി വരുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് സുരക്ഷയുടെ കൈത്താങ്ങായി, കരുത്തിന്റെ കരസ്പർശമായി ഈ കേന്ദ്രം സമൂഹത്തിന് മുൻപിൽ മാതൃകയാകുന്നു.